എന്തു വന്നാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛ, എന്റെ ജീവിതം നശിപ്പിച്ചു പോരെ? ഇനി എന്റെ അനിയത്തെ കൂടി. നിന്റെ ജീവിതം നീയായിട്ട് നശിപ്പിച്ചതല്ലേ, അതിന് എന്നെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു മാനേജറെ മരുവാനാക്കാനുള്ള ധൈര്യം എനിക്കില്ല. ആ സ്ഥാനത്തിന് എന്താണ് ചെറു കുഴപ്പം? എടാ, ഞാനൊരു മാനേജറായിട്ടാണ് ഇവിടെ വന്നതും നിന്റെ അമ്മയെ പ്രേമിച്ചതും. അവളുടെ അച്ഛനെ എതിർത്ത് കല്യാണം കഴിച്ച ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് എന്താണെന്നറിയോ? ഈ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ ഞാൻ എന്റെ അമ്മായി അപ്പനെതിരെ കേസ് കൊടുത്തു. ഞാൻ ജയിക്കുകയും ചെയ്തു. അതും രാജിയുടെ കല്യാണവുമായി എന്താ ബന്ധം? ഇവനും ഒരു മാനേജരാ. കല്യാണം കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് ഈ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാവും. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കുടി തോട്ടണോടാ. എല്ലാവരും അച്ഛനെ പോലെ ആകണം. ഞാൻ ഏതായാലും എന്റെ അനിയത്തിയോടെ നിൽക്കും. എനിക്ക് നഷ്ടപ്പെട്ട വെളിച്ചം എന്റെ അനിയത്തിക്ക് നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടയാകരുത്. കണ്ണുപൊട്ടിയ നിനക്കേ വേണം പറയാൻ സഹായം, എന്നിട്ട് അനുജത്തെ സഹായിക്കാൻ നടക്കണം. മേലാലെ ഈ വീടിന്റെ പണി ഇറങ്ങിപ്പോകരുത്. അവളുടെ ഒരു പ്രേമം. പക്ഷെ കാശ് കൊടുത്ത് വെച്ച സാധനം ഛർദ്ദിക്കാൻ പാടില്ല. അതൊരു കുറ്റം. എന്താ വേണ്ടത്? തെങ്ങ് പനയോ? ഒരു പന, ഒരു തെങ്ങ്, ഒരു പ്ലാവ്, ഒരു പ്ലാവ്, ഒരു മാവ്. അയ്യ, ഈ പനയും തെങ്ങും കൊണ്ടുവരുന്ന ആരാന്നറിയോ? കവുങ്ങ്. എന്താണ് ഈ സാധനങ്ങളൊക്കെ നിന്നെ കാണുമ്പോ ഓടുന്നത്? ചേട്ടൻ പറയുന്നത് അതൊരു നീണ്ട വലിയ കഥയാ. അത് പറഞ്ഞ നീ കരയോ? നീട്ടണ്ട, ഒന്ന് കുറുക്ക്. ഏതായാലും നീ പറ. ഒരുപാട് നാളെടാ മനസ്സറിഞ്ഞൊന്ന് കരഞ്ഞിട്ട്. അത് പറയണമെങ്കിൽ ഈ കള്ള് പോരാ. അതിന് ധൈര്യത്തിന്റെ ഒരു ഇക്കുമത്ത് കിട്ടണമെങ്കിൽ ഈ ഷാപ്പിലെ കള്ള് മുഴുവനും കുടിക്കണം. എന്റെ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യും, ഒരു 4 കുപ്പി തെങ്ങും കൂടെ പറയേ നിന്റെ ചെലവില്. നടക്കാൻ വയ്യല്ലോ ഭർത്താവേ, എനിക്ക് കടക്കാൻ വയ്യല്ലോ, ചാടാനും വയ്യല്ലോ ഭർത്താവേ. മറിയേ, മറിയേ, അമ്മായിയപ്പ, തെണ്ടി, ഫാദറിലോ ബ്ലഡി 4 തെറി കേട്ടപ്പോ കണ്ണു തുറന്നല്ലേ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഹോസ്റ്റലായാലും ഞാൻ മനതൃപ്തിയോടുകൂടി മദ്യപിച്ചു. പക്ഷേ അതിനുള്ള നന്ദി പറയാനല്ല. ആരത്? മറിയോ? എടീ, നിന്റെ അപ്പനെവിടെടി? കാലത്ത് അപ്പന്റെ ഫോട്ടോ തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ മാറ്റിയതാ. എന്റെ ഫോട്ടോ തല്ലിപ്പൊളിച്ചു. എത്ര വേണേലും എടുക്കാമല്ലോ. മറിയേ, എന്നാലേ ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അപ്പം കാണും. അപ്പഴല്ല, കൊപ്പനല്ല, അപ്പം ശരി. ഞാൻ ഈ പിടുത്തം വീട്ടില് വിടുകയല്ല. അപ്പോ കുറച്ച് നേരത്തേക്ക് ആ കഥ നിർത്ത്. ഞങ്ങളിപ്പോ വരാം. അച്ഛൻ സമ്മതിച്ചിട്ട് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. നിന്നെ കാണാതിരിക്കാൻ അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. പേടിക്കണ്ട, എങ്ങനെയും ഞാൻ അവളെ പുറത്തു കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അച്ഛൻ അവളെ കൊന്നുകളയും. എന്റെ സൗമിനിയെ കൊന്ന പോലെ.
എന്നെ സ്നേഹിച്ച കുറ്റത്തിന് അച്ഛൻ കൊടുത്ത ശിക്ഷയായിരുന്നു അത്. ഇവിടെ നിന്നാ അവളെ താഴേക്കെറിഞ്ഞു കൊന്നത്. അവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പരിക്കേറ്റ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നിട്ടും അച്ഛൻ എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ കാടാകെ സൗമ്യനെ നിറഞ്ഞു നിൽക്കുക. ഞാൻ ഇന്നും ഇവിടെ വന്ന് അവളെ കാണുന്നു. അതുപോലെ എന്നെയും കൊല്ലുമോ? അതുകൊണ്ടാണ് നാട് വിടാൻ ഞാൻ പറഞ്ഞത്. ഏത് നരകത്തിൽ ചെന്ന് വിളിച്ചാലും അമ്മാവനെ രക്ഷപ്പെടാൻ കഴിയും. ഇനിയിപ്പോ എന്താ ചെയ്യാൻ? രാജേന്ദ്ര, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, നിന്റേതൊഴിച്ച്. ഞാൻ ചാടി ചാകണോ? നീ ചാവുന്നു എന്നൊരു കത്തെഴുതി തന്നാ മതി. നിന്റെ അച്ഛനെന്ന മഹാനീചന്റെ ലിവർ മെൽറ്റ് ചെയ്യുന്നത് നിനക്ക് കാണാം. എന്താ ഇന്ന് പണിക്കൊന്നും പോണ്ടേ? ഞാൻ എന്റെ ആ തോണി വിറ്റു. ആ പണ്ടാരം കാരണം ഈ ഏടാകൂടെ ഒക്കെ ഉണ്ടായത്. എന്തോ തിരിമറി നടന്നിരിക്കുന്നു എന്ന്. ചെലവഴിയാൻ ഇന്നിപ്പോ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും നോക്കണം. വേറെ എന്തിനാ മനുഷ്യ നിങ്ങളെ കൊണ്ട് കഴിയാ? മര്യാദയ്ക്ക് പോയ തോണി തിരിച്ചു വാങ്ങിക്കണം. എനിക്ക് ആ തോണി വേണ്ട. ആ തോണിയിൽ എന്താ പലരും ചത്തോ? ചത്തു. ഞാൻ കുടിച്ചിട്ടും ചെയ്തു, ഇനിയും കുടിച്ചിടും. അത് ചോദിക്കാൻ ആ തോണി നിന്റെ തന്ത മേടിച്ചൊന്നുമല്ലല്ലോ. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിന്റെ തന്ത ആരാണെന്ന് നിനക്കെന്നെ അറിയില്ല. പിന്നെ എനിക്കെങ്ങനെ അറിയാം? അമ്മാവാ, 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 ഇവിടെ ഇവിടെ ഇവിടെ. ചതിച്ചു അമ്മാവ, ചതിച്ചു. രാജേന്ദ്രനെ പറ്റിച്ചു. വായിക്കൂ. പ്രിയപ്പെട്ട അച്ഛന് എന്റെ സ്വപ്നം പൂണിയില്ലെന്ന് മനസ്സിലായി. ഞാനും രാജിയും ആത്മഹത്യ ചെയ്യുന്നു. ഞങ്ങളുടെ മരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അച്ഛനായിരിക്കും. അത് ഞാൻ ഏത് കോടതിയിലും പറയും എന്ന് മകൻ രാജേന്ദ്രൻ. അവൻ ആത്മഹത്യ ചെയ്യണ്ട. അവനെ ഞാൻ കൊന്നുകൊടുക്കാം. വെരി ഗുഡ്. അവനെ വഷളാക്കിയ നിങ്ങളെയും. എടാ, എന്റെ കൈക്ക് പിടിക്കരുത്, വെടിവെക്കേണ്ടതാണ്. നിക്കണം, നിക്കാനവിടെ. ഇന്ന് ഞാൻ അവനെ ശരിപ്പെടുത്തും. അയ്യോ അച്ഛാ, രാജേട്ടൻ പാവാ. അയ്യോ അച്ഛാ. എടാ, അവിടെ നിക്കാൻ. എടാ, എന്നെ ഓടിക്കരുത്, എനിക്ക് വയസ്സായതാണ്, ഗുരുത്വദോഷം ഉണ്ടാകും. എടാ, അവിടെ നിക്കാൻ. ഹാൻഡ്സ് അപ്പ്. ദൈവമേ, ചത്തോ? എടാ മക്കളെ, എടാ ഓടുമ്പോ വെടിവെച്ച ഉന്നം തെറ്റും. എടാ, എന്നിട്ട് ഓടിക്കരുത്. എടാ, സാറന്മാരെ എങ്ങോട്ടാ ഓടുന്നത്? പുലിയോ? പുള്ളിപ്പുലിയോ? അയ്യോ സാറേ, എനിക്ക് അന്നൊരു അബദ്ധം പറ്റിപ്പോയി സാറേ. ഞാൻ പഞ്ചസാരക്ക് പകരം സോഡക്കാരിട്ട് പോയാ സാറേ. എത്ര പ്രാവശ്യം കൂടിപ്പോയി സാറേ. സാറേ പോക്കാണ്, പൈസ പൊട്ടിപ്പോയി. അത് രക്ഷപ്പെട്ട മഴയാണ്. ഒരു വെടിക്കാനും വാ, എനിക്കിനി വേഷം കളിക്കരുത്.